മയിലിന്റെ കെട്ടിട നിർമ്മാണ സങ്കല്പങ്ങൾക്ക് മാന്ത്രിക സ്പർശമേകാൻ AK ബിൽഡേഴ്സ് ഇന്ന് സമാരംഭം കുറിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ചിത്രം വരച്ച് ഉല്ലാസ് വളരെ സ്നേഹപൂർവ്വം നൽകുകയാണ്. പാതി വന്നെന്റെ നാവുകളിൽ മൊഴിഞ്ഞു, കാറ്റുണർത്തുവേപ്പു മരത്തണലിൽ ഞാനിരുന്നു. കുഞ്ചവയൽ പഞ്ചമി ചന്ദ്രകല കണ്ടു, കാൽത്തളമോതി. ജനങ്ങളെ എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. AK ബിൽഡേഴ്സിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം ഇവരെ ഇതിലിങ്ങനെ പറയുകയുണ്ടായി, AK ബിൽഡേഴ്സിന്റെ ആദ്യത്തെ 10 കസ്റ്റമേഴ്സിന് ഗൃഹപ്രവേശനത്തിന് ആവശ്യമായ ഫർണിച്ചറുകളും തികച്ചും സൗജന്യമായി കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ മാക്സിമം എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. യെസ്, നടീനടന്മാരെന്നല്ല, മുമ്പ് ഒരു TV പ്രോഗ്രാമിൻ്റെ ഇടയിൽ ഒരു പ്രമുഖ നടൻ പറഞ്ഞതാണ്, ഇയാളെങ്ങനെയാണ് ഈ 5 ലക്ഷത്തിന് പടം ചെയ്യുക, ഞങ്ങളൊക്കെ ബാറിൽ മദ്യം കഴിക്കാൻ ഇതിലും കൂടുതൽ പൈസ ആവുന്നുണ്ടെന്ന്. സിനിമേൻ്റെ ഷൂട്ടിനിടയിൽ ബാറിൽ മദ്യം കഴിക്കാൻ ഈ 5 ലക്ഷത്തിന് കൂടുതൽ പൈസ ആവുന്നുണ്ട്. അപ്പോഴാണ് ഒരുത്തൻ ഇവിടെ മൊത്തം സിനിമ എടുത്ത് തിയേറ്ററിൽ ഇറക്കുന്നത്. അല്ല, അത്ര വരെ പറയാം. എൻ്റെ 12ാമത്തെ സിനിമ കേരള ലൈവാണ്. ഇതും ഈ ഒരു ബജറ്റിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഈ നാട്ടിലെ എല്ലാ സാധനങ്ങൾക്കും വില കൂടുകയാണ്. എന്ത് സാധനത്തിനും? ഈ സന്തോഷ് പണ്ഡിറ്റിന് മാത്രം എന്താണ് ഈശ്വര 2011-ലും 2025-ലും ഒരു വില കയറ്റം ഈ സന്തോഷ് പണ്ഡിറ്റിന് മാത്രം ഈ ലോകത്ത് ബാധിക്കുന്നില്ല എന്നൊരു ചോദ്യം ചോദിക്കേണ്ടായി. സർ, വീട്ടിലെ ഉൽപ്പാദിപ്പിക്കുന്ന അരി തന്നെയാണ് നിങ്ങളെ വീട്ടിൽ ഉപയോഗിക്കുന്നതെങ്കിൽ അരിക്ക് വില കൂടുന്നത് നിങ്ങളെ ബാധിക്കും? ചോദ്യം. നിങ്ങളെ അവിടെ നിങ്ങൾ തന്നെ വെള്ളമൊക്കെ ഒഴിച്ച് നിങ്ങൾ തന്നെ വിത്തൊക്കെ മുളച്ച് നിങ്ങൾ തന്നെ കൊയ്യാന്ന് സങ്കല്പിക്കുക. അവിടെ നിങ്ങൾക്ക് അന്നും ഇന്നും ഒരേ തന്നെ വരുള്ളൂ. അല്ല, വേറെ എക്സ്ട്രാ വളമൊന്നും ഉപയോഗിക്കാത്ത മനുഷ്യനാണ് നിങ്ങളെങ്കിൽ ആ വളത്തിൻ്റെ പൈസ നിങ്ങളെ ബാധിക്കുന്നില്ല. ഇതുപോലെ സന്തോഷ് പണ്ഡിറ്റ് അന്നും ഇന്നും എനിക്ക് സ്വന്തമായിട്ട് 2 ക്യാമറയുണ്ട്. ഇപ്പോൾ പാനസോണിക് S1H 2 ക്യാമറ എനിക്ക് സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ ക്യാമറയുടെ റെന്റ് എനിക്ക് അന്നും ഒന്നും വരുന്നില്ല. നോട്ട് ടു വാച്ച്. സെക്കൻഡ്, ഗ്രാഫിക്സ് ആയാലും ആനിമേഷൻ ആയാലും സ്റ്റുഡിയോ വർക്ക്സ് ആയാലും സന്തോഷ് പണ്ഡിറ്റിന്റെ സ്വന്തമായിട്ട് എല്ലാ സംവിധാനവും വീട്ടിലുണ്ട്. സ്റ്റുഡിയോയ്ക്ക് അന്നും ഇന്നും എഡിറ്റിങ്ങിനോ മറ്റു കാര്യങ്ങൾക്കോ സന്തോഷ് പണ്ഡിറ്റിന്റെ പൈസ വരുന്നില്ല. അടുത്ത പിന്നെ പാട്ട് എഴുതാനാണെങ്കിലും കഥ എഴുതാനാണെങ്കിലും മറ്റ് കാര്യങ്ങൾക്കും അന്നും സന്തോഷ് പണ്ഡിറ്റ് തന്നെയാണ് ചെയ്തത്, ഇന്നും സന്തോഷ് പണ്ഡിറ്റിനാണ് ചെയ്തത്. എനിക്ക് അവിടെ വേറെ ആൾക്ക് സംവിധായകന് പൈസ കൊടുക്കാതെ വരുന്നില്ല. പിന്നെ 2015 എൻ്റെ സിനിമയിൽ വരുന്ന എല്ലാവരോടും ഞാൻ പറയാറുണ്ട്, ആണായാലും പെണ്ണായാലും ഇവിടെ കള്ളും കഞ്ചാവും MDMA ഒന്നുമില്ല, ഇവിടെ കേരവാനൊന്നുമില്ല. ഇവിടെ വരിക, അഭിനയിക്കുക, പോവാ, പറ്റെങ്കിൽ വന്ന് അഭിനയിച്ചാൽ മതി. ഞാൻ ഇങ്ങനാണ്. അല്ല, മറ്റേ സെറ്റിൽ അങ്ങനെ പലതും നടക്കും, അതൊന്നും എനിക്കറിയില്ല. ഇവിടെ വരുന്നവൻ കൃത്യമായിട്ട് വരിക, അഭിനയിക്കുക, പൊയ്ക്കൂടുക. ഇതാണ് ഞാൻ. അപ്പം നമുക്ക് ഇപ്പം അന്ന് നായക നടനെ മദ്യം കൊടുക്കുമ്പോൾ ഉണ്ടായ പൈസയും ഇന്ന് നായക നടനെ മദ്യം കൊടുക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ മദ്യത്തിന്റെ വരെ സർക്കാർ കൂട്ടിയില്ലെന്ന് ചോദിക്കുമ്പോൾ ഇത് സന്തോഷ് പണ്ഡിറ്റിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? സന്തോഷ് പണ്ഡിറ്റ് അന്നൊന്നും മദ്യം കൊടുക്കുന്നില്ല. മദ്യം കൊടുക്കുന്നവനാണല്ലോ ഈ പ്രശ്നം വരുന്നത്. അപ്പം എന്നോട് ഒരു സിനിമയിൽ വരുന്ന ഒരു കുട്ടി ചോദിച്ചു, അല്ല കള്ളും കഞ്ചാവൊന്നും പറ്റില്ല പറഞ്ഞു. സന്തോഷ് ചേട്ടനെ ഇപ്പം എന്നെ കണ്ടിട്ട് ഞാൻ ഒരു കഞ്ചാവായി തോന്നി വെച്ചു. ഞാൻ നിന്നെ കണ്ടപ്പോൾ കഞ്ചാവായി തോന്നിയതല്ല, ഞാൻ വരുന്ന എല്ലാവരോടും പറയുന്നതിന്റെ ഭാഗമായിട്ട് നിന്നോടും പറഞ്ഞാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആണ്. ഇപ്പൊ സപ്പോസ് നിങ്ങളുടെ കൂടെ അച്ഛനും അമ്മയും വരികയാണെങ്കിൽ നിങ്ങളുടെ അച്ഛൻ മദ്യം കഴിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അച്ഛനോട് പറയാലോ, ആ വെള്ളം അടിച്ചിട്ടൊന്ന് സന്തോഷപ്പെട്ട് ചെല്ലണ്ട കേട്ടോ, എനിക്ക് തീരെ ഇത് ഉപയോഗിക്കാത്തതുകൊണ്ട് ഞാൻ പറയുന്നു. അവനവന്റെ പൈസയ്ക്ക് മദ്യം കഴിക്കുന്ന ഇറ്റ് ഈസ് അപ് ടു യു. പക്ഷേ രാവിലെ 7 മുതൽ രാത്രി 9 മണി വരെയാണ് സിനിമയുടെ സമയം. വെള്ളം അടിച്ചുകൊണ്ട് സെറ്റിൽ വരരുതെന്നേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നിങ്ങൾ ആ 7 മണിക്ക് മുമ്പേ വളരെ വിദഗ്ധമായി അടിച്ച് എനിക്ക് സ്മെല്ല് ഫീൽ ചെയ്യാതിരുന്നാൽ മതി. 9 മണിക്ക് ശേഷം നിങ്ങളുടെ പൈസയ്ക്ക് നിങ്ങൾ മദ്യം കഴിക്കുന്നതിലൊന്നും എനിക്കൊരു കുഴപ്പമില്ല. സെറ്റിൽ വെള്ളം അടിച്ച് വരരുതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞു മനസ്സിലായി. അപ്പൊ എന്നോട് ചോദിച്ചു, അച്ഛൻ ഇതിൽ അഭിനയിക്കുന്നില്ലല്ലോ, അപ്പൊ അച്ഛനെ വെള്ളടിച്ചു വന്നൂടെ എന്നാണ് എൻ്റെ നായികയുടെ ഒരു കുഞ്ഞു സംശയം. ഞാൻ പറഞ്ഞ, അച്ഛൻ നിന്റെ കൂടെ വരുന്നതിനാൽ അച്ഛൻ അഭിനയിക്കുന്നതിന് തുല്യമായിട്ട് തന്നെയാണ് വരിക.
കാരണം അച്ഛൻ മദ്യം കഴിച്ചാൽ എൻ്റെ സ്മെല്ല് എനിക്ക് വരും, എനിക്ക് സ്മെല്ല് പറ്റില്ല. കാരണം വെള്ളമടിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് വലിയ ബോധമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അയാൾ ബോധമില്ലാതെ വരുമ്പോൾ എന്തെങ്കിലും അവിടെ പ്രവർത്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം 100% ബോധത്തോടെ വേണം അവിടെ ഒരാൾ ഇരിക്കാൻ. അപ്പൊ ഈ നിയമം നിന്റെ അച്ഛനും ബാധകമാണ്. അല്ലെങ്കിൽ നീ അച്ഛനോട് അവിടെ ഇരുത്തുക, അല്ലെങ്കിൽ അച്ഛനോട് പറയും 9 മണിക്ക് ശേഷം വെള്ളം അടിച്ചോളാം. അപ്പോൾ ഈ നിയമം അന്നും ഇന്നും വരുന്നത് എനിക്ക് സാറ് നേരത്തെ പറഞ്ഞോണം, എല്ലാവരും ഫുള്ളി എനിക്ക് വർക്ക് ചെയ്യിക്കാൻ അന്ന് മുതൽ ഇന്ന് വരെയും പറ്റുന്നുണ്ട്. കാരണം ഒരു കാരണവശാലും എവിടെയും പോകുന്നില്ല. ഇന്നേ വരെ ഇപ്പോൾ ഒരു 30 ദിവസത്തെ ഷൂട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബാക്കി പലരും പറഞ്ഞ് കേൾക്കാറുണ്ട് 30 എന്ന് പറയുമ്പോൾ 60 ആവുമെന്ന്. സന്തോഷ് പണ്ഡിറ്റ് 30 എന്ന് പറഞ്ഞാൽ എനിക്ക് 25 ദിവസം കൊണ്ട് കയറിലുണ്ട്. എനിക്ക് ഇന്നേ വരെ 30 എന്ന് പറഞ്ഞാൽ 31ാമത്തെ ദിവസത്തേക്ക് പോകുന്നില്ല, ഇന്ന് വരെ വന്നില്ല. ഇനി നാളെ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ അതിന്റെ ഒരു കാരണം സാർ ഡിസിപ്ലിൻ എന്ന് പറയുന്നതിന് ഒരു ഘടകമാണ്. പിന്നെ നമ്മൾക്കിപ്പോൾ നമ്മൾ ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വരുമ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ച് അതൊക്കെയാണ് എനിക്ക് തോന്നുന്നു. പല വിഷയം ഇപ്പോൾ ഇവിടെ സിനിമ എന്ന് പറയുന്ന ഒരു സിനിമ എടുക്കുന്ന ഒരു സൈഡിൽ കള്ളപ്പണം വെളുപ്പിക്കാനാണോ, ഒരു സൈഡിൽ പെണ്ണ് പിടിക്കാനാണോ, ഒരു വയസ്സത്ത് കള്ളും കഞ്ചാവും MDMA പ്രോത്സാഹിപ്പിക്കാനാണോ, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പൊ മറ്റ് അജണ്ടകൾ വെക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ വലിയ പ്രശ്നം വരുന്നില്ല. നോട്ട് ദ പോയിന്റ്. നമ്മള് ഇപ്പോ പ്രായപൂർത്തിയായ പെൺകുട്ടി പ്രായപൂർത്തിയായ ചെക്കനെ പഞ്ചാരടിക്കും തെറ്റാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അതേപോലുള്ള കാര്യങ്ങൾ കൂടുതൽ നടക്കുമ്പോൾ രാവിലെ 7 മണിക്ക് വരണം എന്ന് പറയുമ്പോൾ ആ കുട്ടി 11 മണിക്കാണ് വരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ആ കുട്ടിയുടെ മുഖത്തേക്ക് പോയിക്കാൻ പറ്റുമോ? എന്തുകൊണ്ട് 7 മണിക്ക് വന്നില്ല? കുട്ടിയൊക്കെ ഇന്നലെ നിങ്ങൾ എന്നെ ഉറക്കിയെന്ന് വെച്ചാലോ, നിങ്ങൾ അവിടെ വാതിൽ മുട്ടുന്ന സമയത്ത് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല, അതുകൊണ്ട് എനിക്ക് ഞാൻ ലേറ്റായി എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കേണ്ടി വരും. ഞാൻ പ്രാക്ടിക്കൽ വശമാണ് പറയുന്നത്. അപ്പോൾ കുറെ കൂടി 100% കുറെ കൂടി നമ്മൾ നേരപ്പോ ആണെങ്കിൽ നമുക്കൊരു ആർട്ടിസ്റ്റിന് മുഖത്ത് നോക്കി പറയാം 7 മണി എന്ന് പറഞ്ഞാൽ ഇവിടെ 7 മണിക്ക് എത്തണം കേട്ടോ എന്ന് പറയുമ്പോൾ ഇന്നലെ അവർ മര്യാദയ്ക്ക് ഉറങ്ങിയെന്ന് കൂടെ നമ്മൾ ഉറപ്പിക്കേണ്ടതുണ്ട്. അപ്പൊ അതിനുള്ള സംവിധാനം, ഞാനൊക്കെ ലോങ്ങിൽ നിന്ന് വരുന്നവരാണെങ്കിൽ പെൺകുട്ടികൾക്കൊക്കെ കഴിയുന്ന റൂം കൊടുത്തിട്ട് ഞാൻ എൻ്റെ വീട്ടിലാണ് കഴിയുന്നത് കിടക്കുന്നത്. പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ ഒരു ഭക്ഷണ ശൈലിയൊക്കെ അന്നും ഇന്നും എനിക്ക് ബജറ്റിന്റെ കാര്യമായിട്ട് ബാധിക്കുന്നില്ല. കാരണം സ്വന്തം ക്യാമറ, സ്വന്തം സ്റ്റുഡിയോ, ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നു. പിന്നെ ഇവർക്ക് ഫണ്ട് പോകുന്ന കുറെ ഒരു കാര്യം നമ്മുടെ ഈ ഹോസ്പിറ്റൽ, നമുക്കിപ്പോൾ ഒരു സിനിമയുടെ ഭാഗമായി ഹോസ്പിറ്റൽ അല്ലെങ്കിൽ പാർക്ക്, ഇങ്ങനത്തെ പല കാര്യങ്ങളുടെ ആവശ്യകത വരും. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു ബന്ധങ്ങളുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ഒരൊറ്റ ഫോൺ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഏട്ടാ നമുക്കൊരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു സീനുണ്ട്, അതിനെന്താ സന്തോഷാറെ നിങ്ങൾ വന്ന് എടുത്തോ എന്ന് പറയാവുന്ന രീതിയിലുള്ളൊരു ബന്ധമുണ്ട്. എനിക്കിപ്പോൾ ഒരു വലിയൊരു ഷോപ്പിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ അതിന്റെ ഓണറെ വിളിച്ചിട്ട് സാർ നമുക്ക് നിങ്ങളുടെ ഷോപ്പിൽ ഇങ്ങനെ ഒരു ഇതുണ്ട്, ശരി സാർ നിങ്ങൾ ഇന്ന സമയത്ത് വരികയാണെങ്കിൽ കുറച്ചുകൂടെ നന്നാവും എന്ന് പറഞ്ഞാൽ അവിടുന്ന് എടുക്കാനുള്ള എത്ര വലിയ വീടായാലും ഒറ്റ ഫോൺ കോൾ എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ എൻ്റെ മനസ്സിലുള്ള ഒരു വീട് എനിക്ക് കിട്ടുന്നുണ്ട്, ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. നോട്ട് ദ പോയിന്റ്, എല്ലാവർക്കും കിട്ടും. ഇവിടെ പൈസ കൊടുക്കാതെ 2010 സന്തോഷ് പണ്ഡിറ്റിനെ കിട്ടി, 2025 കിട്ടുന്നുണ്ട്. എങ്കിൽ എന്ത് വേണം? നിങ്ങളുടെ സ്വഭാവവും കുറച്ച് നന്നാവണം, ശരിയല്ലേ? അപ്പൊ ഞാനിപ്പോ ഒരു വീട് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ അവർ വീട്ടിലെ കുറച്ച് ഫോട്ടോസ് എടുത്ത് വെക്കും കേട്ടോ. അപ്പൊ എന്റെ നടി നാളെ വെച്ച് സന്തോഷ് സാർ എന്തിനാ ഫസ്റ്റ് ഈ ഫോട്ടോ എടുത്ത് വെക്കുന്നത്? കാരണം സിനിമേന്റെ ഷൂട്ട് കഴിയുമ്പോഴേക്കും സ്വാഭാവികമായും അവിടുത്തെ ഫർണിച്ചറൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടാവും. കാരണം പല ഷോട്ട് എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിപ്പോൾ ഷോളിലെ ഷോട്ടായാലും ബെഡ്റൂമിലെ ഷോട്ടായാലും നമ്മൾ കുറച്ചുകൂടെ ക്ലോസ് ഷോട്ടൊക്കെ എടുക്കേണ്ടി വരുമ്പോൾ ആ കട്ടിലൊക്കെ കുറച്ചൊന്ന് മാറ്റം വരുത്തിയിട്ടൊക്കെ വേണ്ടി എടുക്കാൻ. അടുക്കളയാണെങ്കിൽ അടുക്കളയിലെ പല സാധനങ്ങൾ മാറ്റേണ്ടി വരും. കാരണം അപ്പം അമ്മ മിക്സിയിൽ അടിക്കുന്നത് പറഞ്ഞാൽ അവിടെ മിക്സി മാത്രം നിൽക്കില്ല, വേറെയും കുറേ സാധനം ഉണ്ടാവും. അപ്പം നമ്മൾക്ക് വിഷ്വൽ രസം കിട്ടാൻ വേണ്ടി ഈ സാധനങ്ങൾ മാറ്റുമ്പോൾ ഫസ്റ്റ് എങ്ങനെയാ പൊസിഷൻ എന്നുള്ളത് കുറച്ച് കഴിഞ്ഞാൽ മറന്നു. എന്നിട്ട് രാത്രി 9 മണി ആയി കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന ആ വീടൊക്കെ തുടച്ചു കൊടുക്കും. കാരണം എനിക്കങ്ങനെ വേറെ ആളൊന്നുമില്ല, സഹായിക്കാൻ ആളൊന്നുമില്ല. അപ്പൊ ഞാൻ തന്നെ തുടച്ചു കൊടുത്ത് ഈ ഫസ്റ്റത്തെ ഫോട്ടോ നോക്കി നമ്മൾ തന്നെ, നമ്മളും ക്യാമറമാനും നടിയും ഒക്കെ ചേർന്നിട്ട് ഓരോ സാധനങ്ങൾ അതേപോലെ ആക്കി വെച്ച് കൊടുത്തിട്ട് വരും. അപ്പൊ ഒരു സ്ത്രീ ചോദിച്ചു, ഈശ്വര ഒരു സ്റ്റാറാണ് എൻ്റെ വീട് തുടയ്ക്കുന്നത്. ഞാൻ പറഞ്ഞു മേഡം നാളെ ഈ വീട് ചോദിച്ചാൽ നിങ്ങൾ എനിക്ക് തരണ്ടേ? ഞാനിന്ന് അലങ്കോലമാക്കി ഇട്ട് പോയാൽ ആ സ്ത്രീ എന്താണ് വിചാരിക്കുക? കണ്ടോ, ഒരു മനുഷ്യനെ ഫ്രീ ആയിട്ട് കൊടുത്തു, ഓരെന്തോ ചെയ്തോട്ടെ, ഒരു ലോ ബഡ്ജറ്റ് സിനിമ എടുക്കുന്ന മനുഷ്യനല്ലേ. അതേപോലെ 3 നേരം ഞങ്ങളുടെ ഭക്ഷണം ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഒരു ചാക്കൊക്കെ കൊണ്ടുപോകും. ഭക്ഷണം കഴിച്ചു വന്നതിന് ശേഷം വേസ്റ്റ് ഈ ചാക്കിലിടാൻ പറയും. എന്നിട്ട് വൈകുന്നേരം രാത്രി 9 മണിക്ക് ആ വീടൊക്കെ തുടച്ചു കൊടുത്ത് അതേപോലെ ആക്കി ആ വേസ്റ്റ് എല്ലാം കെട്ടി എൻ്റെ വീട്ടിലേക്കാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അല്ലാതെ ഞാൻ ഭക്ഷണം കഴിച്ചതിൻ്റെ വേസ്റ്റ് കൂടി ആ സ്ത്രീ അല്ലെങ്കിൽ ആ വീട്ടുകാർക്ക് പണി കൊടുക്കരുതല്ലോ സാർ. ഇങ്ങനെ ഒരു ഓപ്പറേഷൻ തിയേറ്റർ കിട്ടിക്കഴിഞ്ഞാലും 2 മണിക്കൂറാണ് ആ വ്യക്തി എനിക്ക് തരുന്നെങ്കിൽ 2 മണിക്കൂറിനുള്ളിൽ ആവശ്യമുള്ള ആളുകൾ മാത്രം വരിക, ചെരുപ്പിട്ട് കയറരുത് എന്നൊക്കെ പറഞ്ഞ് ഫുൾ നിങ്ങൾ ഒരു വീട് തരികയാണെങ്കിൽ ഇത് എൻ്റെ സ്വന്തം വീടാണെന്നുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ കാറ് എനിക്ക്
തൽക്കാലം നിങ്ങൾ ഇത് ഷൂട്ടിന് യൂസ് ചെയ്തെന്ന് പറഞ്ഞത് എൻ്റെ സ്വന്തം കാറാണ് എന്ന മാനസികാവസ്ഥയിലാണ് സന്തോഷ് പണ്ഡിറ്റ് അതിനെ കാണുന്നത്. ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഫണ്ട് കുറഞ്ഞതുകൊണ്ടും പരമാവധി ആളുകൾ ചെറിയ പൈസയ്ക്ക് നമ്മളോട് വന്ന് സഹകരിക്കുന്നത് കൊണ്ടും ദൈവാധീനം കൊണ്ട് ഇന്ന് വരെ ആ ബജറ്റ് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതാണ് സംഭവം. ചോദ്യത്തിന് നന്ദി. സംവിധായകന് ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കാനുണ്ട്. അപ്പോൾ സാറിപ്പോ ഗാനരചന അത് പാടുന്നത്, അതിൽ മ്യൂസിക് ചെയ്യുന്നത്, അതുപോലെ തന്നെ പടം നിർമ്മിക്കുന്നത്, അതിന്റെ ക്യാമറ കാര്യങ്ങളെല്ലാം ക്യാമറമാൻ വേറെയാണ്. ക്യാമറ മാത്രമേ വേറെ ഉള്ളൂ, ബാക്കിയല്ല സംവിധാനം ചെയ്യുന്നത്. ഇതെല്ലാം എങ്ങനെയാണ് സാധിക്കുന്നത് ഒറ്റയ്ക്ക്? സാർ അതിനെ ഇപ്പം ഞാൻ നേരത്തെ ഇങ്ങോട്ട് പറയുന്ന കാര്യം, ഇഫ് ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ. നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ വഴിയുണ്ട് തന്നെയാണ് പറയുന്നത്. പിന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു ശ്രീകണ്ഠൻ നായർ ഷോ അതിലൊക്കെ അതിൽ ചില മിമിക്രിക്കാർ ചോദിക്കുന്ന 1-2 ചോദ്യമുണ്ട്. ഒരു മിമിക്രിക്കാരൻ ചോദിക്കുന്നു, നിങ്ങളുടെ പടത്തിലൊക്കെ 8 നായികമാരുണ്ടല്ലോ, നിങ്ങൾക്ക് എന്തിനാ 8? 1 പോരെ വയ്ക്കും. എന്നൊരു മിമിക്രിക്കാരൻ പറയുന്ന കാര്യം, അവരൊക്കെ 30 കൊല്ലം മുമ്പ് സ്കിറ്റ് കളിക്കാൻ അന്നേ തുടങ്ങുക. അപ്പൊ അന്ന് ഈ സ്കിറ്റിനൊക്കെ ഇവർക്ക് ആദ്യകാലങ്ങളിൽ പെൺകുട്ടികളെ കിട്ടി, പിന്നെ ഇപ്പോൾ ഒന്നും കിട്ടുന്നില്ല, ആണിനെ പെണ്ണൊക്കെ. നിങ്ങൾക്ക് നോക്കിയാലേ പല മിമിക്രി സ്കിറ്റിൽ ആണിനെ പെണ്ണാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾക്കൊക്കെ പെണ്ണ് കിട്ടാൻ ഇത്രയും ബുദ്ധിമുട്ടുമ്പോഴാണ് ഈ സന്തോഷ് പണ്ഡിറ്റ് 8 പെൺകുട്ടികളായിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. ഇയാളെ കൂടെ അഭിനയിക്കാൻ പെൺകുട്ടികളൊക്കെ ക്യൂ നിൽക്കുന്നു, ഇതെന്ത് പരിപാടിയാണെന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് സന്തോഷ് പണ്ഡിറ്റിന്റെ സ്വഭാവം നല്ലതായിരിക്കും. അപ്പൊ ഇവർക്കത് കേൾക്കുമ്പോൾ ദേഷ്യം പിടിക്കും. നിങ്ങൾ കണ്ട പരിപാടിയാ ശ്രീകണ്ഠൻ നായർ. എന്താ ഞങ്ങളെ സ്വഭാവം മോശമാണോ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ചേട്ടാ നിങ്ങളുടെ റിവേഴ്സ് എക്സ്പീരിയൻസ് ആണ് എനിക്കുണ്ടായത്. എൻ്റെ ആദ്യ സിനിമയിൽ 8 എണ്ണത്തിന് കിട്ടാനാണ് ഞാൻ ബുദ്ധിമുട്ടിയത്. കാരണം എന്നോട് ആളുകൾ ചോദിച്ചു, നിങ്ങൾ ആരുടെ അസോസിയേറ്റ് ആണ്? ആരുടെ അല്ല മേഡം, ഞാൻ ഇന്നവരെ സിനിമ സെറ്റേ കണ്ടില്ല. ഇത്രയും കേൾക്കുമ്പോൾ തന്നെ ആ പെൺകുട്ടി പിന്നെ ഞങ്ങൾ പിന്നെ പറയട്ടോ എന്ന് പറഞ്ഞിട്ട് പിന്നെ വിളിക്കൂലട്ടോ. അങ്ങനെ എനിക്ക് കുറെ മിസ്സായി. പക്ഷെ ഞാൻ ക്ഷമയോടെ ഓരോരുത്തരോടും പറഞ്ഞ്, അപ്പൊ ചിലർ ചോദിക്കുമ്പോൾ ഒക്കെ എനിക്ക് എൻ്റെ കഴിവിനനുസരിച്ചൊക്കെ ഞാൻ ഒരിക്കലും കളവ് പറയില്ല. അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ആദ്യ സിനിമയിലെ 8 പേരെ കിട്ടാൻ ബുദ്ധിമുട്ടി. ഇപ്പോൾ 12ാമത്തെ സിനിമയായ കേരള ലൈവ് കഴിഞ്ഞ് 13ാമത്തേലേക്ക് പോകുമ്പോൾ എത്രയോ പേര് പെൻഡിങ് ആണ്. സാറേ എനിക്ക് ചാൻസ് ഉണ്ടോ, എനിക്ക് ചാൻസ് ഉണ്ടോ എന്ന് വെച്ചിട്ട് ഇപ്പൊ അടുത്ത സിനിമയിൽ വരെ ആള് ഫില്ലാണ്. മിമിക്രിക്കാർ ജീവിതത്തിൽ ആദ്യമായി സ്കിറ്റ് കളിച്ചപ്പോൾ അവർക്ക് പെൺകുട്ടികളെ ഈസിയിൽ കിട്ടി. പക്ഷേ 1-2 സ്കിറ്റിന് ശേഷം ഇന്ന് വരെ അവർക്ക് പിന്നീട് ഒരു പെൺകുട്ടി അവരുടെ കൂടെ വരുന്നില്ല. എങ്കിൽ ഞാൻ മനഃശാസ്ത്രപരമായി പറയുന്നു, നമ്മൾ സ്കിറ്റായാലും സിനിമയായാലും എവിടെയും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഇന്ന് വരുന്ന കുട്ടികൾ വേണം അടുത്ത് വരുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ. മനഃശാസ്ത്രം ശരിയല്ലേ? എൻ്റെ ആദ്യ സിനിമയിൽ വന്ന ആ കുട്ടികൾ അഭിനയിക്കുമ്പോഴേ എൻ്റെ മനസ്സിലുണ്ട്, ഈ കുട്ടി വേണം ഇനി ഞാൻ 2ാമത്തെ സിനിമയിലേക്ക് വേണ്ടി ഒരാളെ നോക്കുമ്പോൾ. ഈ സന്തോഷ് പണ്ഡിറ്റിന്റെ സ്വഭാവം, കഴിവല്ല, നോട്ട് ദ പോയിന്റ്, സ്വഭാവം എങ്ങനെയെന്ന് പറയാൻ ഈ കുട്ടികൾ പറഞ്ഞാൽ മാത്രമേ എനിക്ക് കിട്ടൂ എന്ന ബോധം ഇപ്പൊ 12ാമത്തെ സിനിമ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുണ്ട്. ഇതുകൊണ്ടാവാം എനിക്ക് 13ാമത്തെ സിനിമയിൽ എനിക്ക് ബുദ്ധിമുട്ട് വരാത്തത്. വാട്ടവർ ആ കുട്ടികൾ എന്താണോ പറയുന്നത് അത് ഇവിടെ കിട്ടുന്നുണ്ട്. അതേസമയം ഇവർ ഇന്നും ആണിനെ പെണ്ണാക്കുന്നുവെങ്കിൽ ഇവരുടെ അത് സന്തോഷ് പണ്ഡിറ്റിന്റെ സ്വഭാവത്തിന്റെ ഗുണമാണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പ്രൂവ് ചെയ്യാണ്. ആദ്യത്തെ സ്കിറ്റിൽ ഇവർക്ക് പെൺകുട്ടികളെ കിട്ടുകയും പിന്നെ കിട്ടാതെ വരുന്നത് ആദ്യത്തെ 2 സ്കിറ്റിൽ വന്ന പെൺകുട്ടി എന്താണോ നാട്ടുകാരോട് പറഞ്ഞത് അവര് പറഞ്ഞതിന്റെ കുഴപ്പമാവാം. ഞാൻ പറഞ്ഞത് ഒരു ലോജിക്കലി ശരിയാവാൻ സാധ്യതയില്ലേ? അല്ലെങ്കിൽ 30 കൊല്ലമായിട്ട് ഇവർക്ക് ആളെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ആരുടെങ്കിലും വിളിച്ചു പോവുകയോ നിങ്ങൾ ഇവരെ കൂടെ പോകണ്ടെന്ന് ഇങ്ങനെയുള്ളത്. അപ്പൊ ഇദ്ദേഹം നേരത്തെ ചോദിച്ചൊരു കാര്യം, എങ്ങനെയാണ് ഇതൊക്കെ വളരെ ടഫല്ലെന്ന് ചോദിച്ചു. വളരെ ശരിയാണ്. കാരണം നമുക്ക് മര്യാദക്കുള്ള ഉറക്കം ഉണ്ടാവില്ല. ഈ തുടർച്ചയായിട്ടുള്ള വർക്കാണെങ്കിൽ 9 മണിക്ക് ശേഷം നമ്മളിപ്പോൾ 6K എടുക്കുന്നത് വർക്ക്. 6K എടുക്കുമ്പോൾ മിനിമം ഒരു 300 GB സാധനം ഉണ്ടാവും ഒരു ദിവസം. സേവ് ചെയ്തിട്ട് ഇത് പിറ്റേ ദിവസം ഡിലീറ്റ് ചെയ്യണ്ടേ 7 മണിക്ക് അടുത്ത ദിവസം. അപ്പൊ രാത്രി എനിക്ക് ഉറങ്ങാൻ കിട്ടുന്ന സമയം ആലോചിച്ച് നോക്ക്. ഈ ഇത്രയും പണി കഴിഞ്ഞ് ഈ കുട്ടികളെ ലോഡ്ജിലാക്കി ഞാൻ നേരെ എൻ്റെ വീട്ടിൽ വന്ന് 3 ഹാർഡ് ഡിസ്കിലേക്ക് ഈ 300 GB സാധനം കോപ്പി ചെയ്യാൻ എന്തോ വലിയ ഭീകരമായ വലിയ ബുദ്ധിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ഈ 300 GB സാധനം 3 ഹാർഡ് ഡിസ്കിലേക്ക് ആക്കി വീണ്ടും 7 മണീൻ്റെ ഷൂട്ട് ചെയ്യണമെങ്കിൽ 6 മണിക്ക് അത്യാവശ്യം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ കുറച്ച് ഉണ്ടാക്കി ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എൻ്റെ കോസ്റ്റ്യൂമൊക്കെ അയൺ ചെയ്ത്, എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയൊന്നുമില്ല, ഞാൻ മാത്രം ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് ഞാൻ 6 മണിക്ക് മേക്കപ്പ് മാൻ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവരെ മേക്കപ്പിന് ഇരുത്തി 6:30 എല്ലാവരും പിക്ക് ചെയ്ത് ഈ സെറ്റിൽ ഇത്തിരി ആളുകളെ എത്തിക്കണമെങ്കിൽ സന്തോഷ് പണ്ഡിറ്റിന് ഉറങ്ങാൻ കിട്ടുന്ന സമയം തേക്കും 300 GB സാധനമാണ്. രാത്രി ജസ്റ്റ് കിടക്കുന്നു, വീണ്ടും എണീക്കുന്നു, അടുത്തതിലേക്ക് പോകുന്നു. പിന്നെ എനിക്ക് 3 കമ്പ്യൂട്ടറുണ്ട്. എനിക്ക് ഒരാൾക്ക് 3 കമ്പ്യൂട്ടറാണ്. മാക്കിൻ്റെ ആപ്പിളിൻ്റെ സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഓരോ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ കുത്തി ഇങ്ങനെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ
ഇതെല്ലാം എളുപ്പമാണെന്ന് വിശ്വസിച്ചു. ആർക്കും എന്തെങ്കിലും ചോദിക്കണ്ടോ? ഒരു സിനിമയിലെ ഡയലോഗ് കൂടെ പറഞ്ഞ് അവസാനം. നീയൊന്നും ജീവിച്ചിരിക്കുമ്പോ നിന്നൊന്നും ആരും ശ്രദ്ധിക്കൂല, പിന്നെ ചത്ത ചിലപ്പോ ശ്രദ്ധിച്ചു എന്ന് വരും. അല്ലെങ്കിലും ചില ജീവികളൊക്കെ അങ്ങനെ ചത്ത് ചീഞ്ഞ് നാറ്റം അടിക്കുമ്പോഴേ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടും. ആ നാറ്റം ചിലർക്കൊക്കെ സുഗന്ധമായിട്ട് തോന്നും, അതാരുടെ കുറ്റമല്ല. കപ്പൽ തിന്ന സ്രാവിനെ നോക്കി തുപ്പൽ തിന്ന പരൽ മീന് വാ പൊളിച്ചിട്ട് കാര്യമില്ല. എന്റെ തലയിൽ ഒരു രോമം നീ പിഴുതാ, നിന്റെ തല ഞാൻ കൊയ്യും. നീ പറയും, ഞാൻ ചെയ്യും. ഉരുക്കട ആകാശയുടെ പറന്നു നടക്കുന്ന പക്ഷേ ഏണി വെച്ച് പിടിക്കാൻ നോക്കല്ലേ, പണിപ്പാടും. കീപ് ഇൻ മൈൻഡ്. അപ്പൊ എല്ലാവരും കാണാൻ സാധിച്ചത് വളരെ സന്തോഷം. എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ വിളിക്കുക, ഞാൻ വരാം. നന്ദി, നമസ്കാരം. എല്ലാവിധ ആശംസ.